പകൽ സമയത്ത് 6 മിനിറ്റോളം ഭൂമി ഇരുട്ടിലാകും. 75 വർഷത്തിനിടയിലെ അപൂർവമായ പ്രതിഭാസത്തിന് കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സൂര്യഗ്രഹണം. സൗദി അറേബ്യയുടെ ആകാശത്താണ് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാവുക. നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപൂർവ പ്രതിഭാസം എന്നാണ് സൗദി ബഹിരാകാശ ഏജൻസി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 2027 ഓഗസ്റ്റ് 2 ഉച്ചയ്ക്കാകും സൗദിയുടെ വിവിധ ഭാഗങ്ങളെ ഇരുട്ടിലാക്കിക്കൊണ്ട് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കുക. ഗ്രഹണ സമയത്ത് പകൽ വെളിച്ചം മാറി സന്ധ്യാസമയത്തിന് സമാനമായ അന്തരീക്ഷമാകും ദൃശ്യമാവുക. അന്തരീക്ഷ താപനില പെട്ടെന്ന് കുറയും. ഉച്ചസമയത്ത് ആകാശത്ത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ദൃശ്യമാകുന്ന കാഴ്ചയ്ക്കും സാക്ഷ്യം വഹിക്കാം. സൂര്യന്റെ ഉപരിതലത്തിലെ അന്തരീക്ഷ പാളിയായ കൊറോണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. അബ പോലെയുള്ള തെക്കൻ പ്രദേശങ്ങളിൽ ഏകദേശം 6 മിനിറ്റോളവും ജിദ്ദ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ 5 മിനിറ്റ് 50 സെക്കൻഡോളവും പൂർണ്ണ ഇരുട്ട് അനുഭവപ്പെടുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണമായിരിക്കും ഇതെന്നാണ് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നത്. നൂറ്റാണ്ടിലെ ഗ്രഹണം എന്നാണ് ഈ പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുന്നത് പോലും. ഇനി ഇത്തരത്തിൽ ഒരു പ്രതിഭാസം കാണണമെങ്കിൽ 2100 വരെ കാത്തിരിക്കണം. ഭൂമിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഗ്രഹണങ്ങളുടെ പരമാവധി ദൈർഘ്യത്തിന് തൊട്ടടുത്താണ് ഈ സമയം എന്നതും ഇതിന്റെ അപൂർവത വർദ്ധിപ്പിക്കുന്നു. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ വരികയും സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഇത് പകൽ സമയത്തെ അല്പനേരത്തേക്ക് കൂരിരുട്ടിലാക്കുന്നു. 2027 ഗ്രഹണത്തിന് ഇത്രയും ദൈർഘ്യം ലഭിക്കുവാൻ കാരണം തികച്ചും കൃത്യമായ കോസ്മിക് അലൈൻമെന്റ് ആണെന്നാണ് വിലയിരുത്തൽ. സ്പെയിൻ, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത്, സൗദി അറേബ്യ, യമൻ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് ഗ്രഹണത്തിന്റെ പാത കടന്നുപോകുന്നത്. അതേസമയം ആകാശ കാഴ്ചകൾ ആസ്വദിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് വരും ദിവസങ്ങൾ വലിയ അവസരങ്ങളാണ് നൽകുന്നത്. സൂര്യഗ്രഹണം, ഉൽക്കാവർഷം, ഭാഗിക ചന്ദ്രഗ്രഹണം എന്നിവയടക്കമുള്ള നിരവധി ആകാശ കാഴ്ചകൾ ആസ്വദിക്കുവാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 12-നാണ് പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുക. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ദൃശ്യമാകില്ല. റഷ്യ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്പെയിൻ എന്നിവിടങ്ങളിലാണ് ഇത് പൂർണ്ണമായും കാണാനാവുക. ഓഗസ്റ്റ് 12 രാത്രിയിലും 13 പുലർച്ചെയുമായി നടക്കുന്ന പെഴ്സീഡ് ഉൽക്കാവർഷം വെറും കണ്ടുകൊണ്ട് വ്യക്തമായി കാണാൻ സാധിക്കും. അമാവാസി സമയമായതിനാൽ ഇരുണ്ട പ്രദേശങ്ങളിൽ നിന്ന് മണിക്കൂറിൽ 100 ഉൽക്കകൾ വരെ കാണാനാകും. ഓഗസ്റ്റ് 27, 28 തീയതികളിലൊന്നിൽ ഭാഗിക ചന്ദ്രഗ്രഹണവും നടക്കും. ചന്ദ്രന്റെ 93% ഭൂമിയുടെ നിഴലിലാകുന്ന ഈ ഗ്രഹണത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും.